ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സും ലൈക്സും കൂട്ടാൻ സാധിക്കുന്ന ഒരു കിടിലൻ സൂപ്പർ വെബ്സൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ആരും സപ്പോർട്ട് തരുന്നില്ല, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് എഴുതിയിടുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് ചാടരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക മച്ചന്മാരെ, എന്നാലല്ലേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തതയാവുള്ളൂ. പിന്നെ അതേപോലെ എന്താണ്, ഓക്കെ നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് കയറി വരിക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഫോളോവേഴ്സ് വാങ്ങാമെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പരസ്യം പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് എന്തുവാന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ യൂട്യൂബിൽ തന്നെ പുതിയൊരു വീഡിയോ പ്ലേ ആവും. അതിലെന്തുവാന്ന് വെച്ചാൽ ഈ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ ഫോളോവേഴ്സിനെ വാങ്ങാൻ സാധിക്കുന്ന വെബ്സൈറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോയി വാങ്ങാവുന്നതാണ്. നമുക്ക് ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? അതിനായിട്ട് ഈ ബ്ലാക്ക് ബോക്സിൽ ഓപ്പൺ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ വെബ്സൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഓപ്പൺ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ യൂട്യൂബിലേക്ക് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം താപ്പോട്ട് നോക്കിയിട്ട് താപ്പോട്ട് നീക്കിയിട്ട് ഇവിടെ 2 ചാനലുണ്ട് കേട്ടോ, അത് 2 സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യുക എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് തിരിച്ച് നമ്മൾ ക്രോമിലേക്ക് തന്നെ വരിക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ള ബ്ലാക്ക് ബോക്സിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ മേളിൽ തന്നെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതാണ്, ഇതേപോലത്തെ പേജിലേക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ മച്ചാന്മാരെ. ഇവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. ഒരിക്കലും കൊണ്ട് ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യരുത്. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിലേക്ക് നമുക്ക് ഫോളോവേഴ്സിനെയൊക്കെ കൂട്ടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നീ ഇതിൻ്റെ മുമ്പേ ഒരു കേരള ഫോളോസ് എന്ന് പറയുന്ന ആപ്പിനകത്ത് ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ, അതെന്തെങ്കിലും പ്രോബ്ലം വരുമോ? അതൊരിക്കലും ഒരു പ്രോബ്ലം വരത്തില്ല. അത് നമ്മുടെ ടീം തന്നെ ഇറക്കിയ ഒരു ആപ്പാണ്. പക്ഷേ ഈ സൈറ്റിലൊന്നും ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു മലയാളി കേരളക്കാർ ഇറക്കിയ ആപ്പാണ്, നമ്മുടെ ടീം തന്നെ ഇറക്കിയാണ് ആ കേരള ഫോളോസ് എന്ന് പറയുന്ന ആപ്പ്. അതിൽ നിങ്ങൾ ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആപ്പിൽ എല്ലാവരും ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിക്ക് ചെയ്താലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളി ഫോളോവേഴ്സ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ആപ്പിൽ അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ഇപ്പം തന്നെ പുതിയൊരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലൊരു പുതിയ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക. ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇമെയിൽ വെച്ചിട്ട് ഒരു പുതിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ആ ഫേക്ക് അക്കൗണ്ടിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്നാണ് എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്തു. ശേഷം ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ സിസ്റ്റം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണേ. പിന്നെ ഫ്ലാഗ് റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യണം. ഫ്ലാഗ് റിവ്യൂ എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ ഓഫ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷന് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് ലേൺ മോർ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒന്ന് നോക്കണം. അപ്പോൾ അവിടെ ഫ്ലാഗ് റിവ്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ട്, അത് കണ്ട് ഇൻസ്റ്റഗ്രാമിൽ കയറി ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിട്ട് പിന്നെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. എങ്കിൽ ഇതിൽ നിന്ന് ഫോളോവേഴ്സ് കിട്ടും. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ മലയാളി ഫോളോവേഴ്സ്, റിയൽ ആക്റ്റീവായിട്ടുള്ള മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന നമ്മുടെ ടീം തന്നെ ഇറക്കിയ കേരള ഫോളോസ് ആപ്പ് കൊടുത്തിട്ടുണ്ട്. സോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മലയാളി ഫോളോസ് കിട്ടും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ അതും. അപ്പോൾ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ആയി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി ഈ സെൻഡ് ഫോളോ ക്ലിക്ക് ചെയ്യണം. ലൈക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, സെൻഡ് IG ലൈക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് നീക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കിടക്കുന്ന ഏത് ഫോട്ടോയ്ക്കാണ് ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൂട്ടാം. അപ്പോൾ ഞാൻ ഇവിടെ ഫോളോവേഴ്സ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് സെൻഡ് ഫോളോവേഴ്സ് 40 എണ്ണം കൂട്ടാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അടുത്ത ഈ ഒരു ഹോം പേജിൽ തന്നെ റിപ്പീറ്റ് ലോഡായി വരും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താപ്പോട്ട് നീക്കി വരണം. ഏറ്റവും താപ്പോട്ട് നീക്കി വരുമ്പോൾ ഇവിടെ യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലേക്ക് നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ വേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന ഫൈൻഡ് യൂസർ എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്തൊരു പേജിലേക്ക്, ഹോം പേജിലേക്ക് തന്നെ ലോഡായി ലഭിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കിടിലൻ വെബ്സൈറ്റ് ആണ് കേട്ടോ. പിന്നെ ആ മലയാളി ഫോളോവേഴ്സ് കൂട്ടുന്ന ആപ്പ് എല്ലാവരും ഉപയോഗിക്കണം കേട്ടോ, നല്ല രീതിയിൽ ഉപയോഗിക്കണം. നിങ്ങൾ ഇനി ജസ്റ്റ് താപ്പോട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരുന്നുണ്ട്, നിങ്ങളിവിടെ ജസ്റ്റ് ഗോ ബാക്ക് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സംഭവം അത് ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്യുന്നതിൻ്റെയാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും താപ്പോട്ട് നീക്കി വരിക. എന്നിട്ട് നമ്മളിവിടെ
നമ്മുടെ ഫോളോവേഴ്സ് കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഫോളോവേഴ്സ് കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലാവുന്നില്ലേ കമൻറ്റ് ചെയ്യണം, ഞാൻ വ്യക്തമായിട്ട് ഒന്നുകൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പച്ച ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ഹോം പേജിലേക്ക് പിന്നെ ലോഡായി വരും. കാണിച്ചു തരാം. ഓക്കെ, ലോഡിങ് ആവട്ടെ. അപ്പോൾ കിഡിലമായിട്ട് നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണിത് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ താപ്പോട്ട് നീക്കി വരിക. താപ്പോട്ട് നീക്കി വരുമ്പോൾ നമുക്കിവിടെ ഫോളോവേഴ്സ് കൗണ്ട് 10 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ 10 അവിടുന്ന് മാറ്റണം, 40 എന്നാക്കണം. 40 എന്നാക്കിയിട്ട് നമ്മളിവിടെ സെൻഡ് ഫോളോവേഴ്സ് എന്നുള്ള മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ശേഷം നമുക്ക് എന്താണ് ഈ 40 ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കയറാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാനോ ഇൻസ്റ്റഗ്രാം ലോഗോയോ ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഇതാണ്ട് ഇവിടെ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇനി 38 ഫോളോവേഴ്സ് ഇവിടെ കയറാറുണ്ട്. 2 ഫോളോവേഴ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ 38 ഫോളോവേഴ്സും കയറും. ഇപ്പോൾ 2 എണ്ണം കയറി. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഈസ് ബിസിയാണ്. അപ്പോൾ 10 അല്ലെ 60 സെക്കൻഡോ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾ സെൻഡ് ഫോളോവേഴ്സ് ക്ലിക്ക് ചെയ്യുക. 38 ഫോളോവേഴ്സാണ് ഇനി കയറാനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ 38 ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ സിസ്റ്റം ബിസിയാണ്. അപ്പോൾ നിങ്ങളൊരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഈ സെൻഡ് ഫോളോവേഴ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കയറ്റുക. ഇനി ബാലൻസ് 38 എണ്ണം കയറാറുണ്ട്. ഈ പച്ച കളർ ഈ 2 എണ്ണം കാണിച്ചിരുന്നുണ്ട്, ഇത് 2 ഫോളോവർ കയറി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഒന്നുകൂടെ സെൻഡ് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. ഇനി കയറും, ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഒരു വട്ടം ഫോളോവേഴ്സ് കൂട്ടിയാൽ പിന്നെ എപ്പോൾ കൂട്ടാൻ പറ്റും? ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഒരു വട്ടം ഫോളോവേഴ്സ് കൂട്ടിയാൽ നമുക്ക് പിന്നെ 60 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റ് കൂട്ടാൻ പറ്റും. അപ്പം തന്നെ പിന്നെ കൂട്ടണം തോന്നുവാണെങ്കിൽ രണ്ടാമതായിട്ട് പുതിയൊരു ഫേക്ക് അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതും അപ്പം തന്നെ ലോഗിൻ ചെയ്ത് അപ്പം തന്നെ ഫോളോസ് കൂട്ടാം. ഇന്ന് 31 ഫോളോസ്, ഇനി 29 ഫോളോസ് കൂടെ കയറാവുള്ളൂ. അപ്പം ഏകദേശം 9 ഫോളോസ് പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സിസ്റ്റം പിന്നെയും ബിസി ആയിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് ഫോളോസ് കൗണ്ട് കൂടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ കയറുന്നതാണ്. പിന്നെ ഏറ്റവും മേളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഏറ്റവും 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഫേക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് സിമ്പിളി ലോഗൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടിപൊളി ഒരു വെബ്സൈറ്റ് ആണ്. ലിങ്കും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ബൈ ഗായ്സ്.